നമസ്കാരം, നമസ്കാരം, നമസ്കാരം. എന്താണ് എല്ലാവരും സുഖമാണോ? ദേവൻ കെ.വി. ഹിന്ദി ക്ലാസ്സിൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും സുഖമാണോ? എല്ലാവരും വായിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്സസ്. ഇന്നലെ ഒരു സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട്. 14 സബ്സ്ക്രൈബർ ആയി. ഇപ്പോൾ അതിന് എല്ലാ 14 സബ്സ്ക്രൈബേഴ്സിനെ വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇന്നും പറയാനുണ്ട്, സ്റ്റുഡൻസിനെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സ്റ്റുഡൻസിനെ മാക്സിമം ഈ ചാനലിനെ പറ്റി ഒന്നും പറയണം, ഷെയർ ചെയ്യണം മാക്സിമം. Because they are the future of Kerala or of this world. So language like ഇന്ന് എപ്പോഴും ഞാനും ഫീൽ ചെയ്യാറുണ്ട്, നമുക്ക് ലാംഗ്വേജ് എത്ര മീൻസ് മോർ ദാൻ 1 or 2 ലാംഗ്വേജ് നമുക്ക് അറിയാനാണെങ്കിൽ ഇറ്റ് ഈസ് പ്ലസ് പോയിൻറ്റ് ഫോർ അസ്. സോ അത് നല്ല ഒരു പോയിൻ്റാണ്. നമ്മൾ എത്ര ലാംഗ്വേജ് പഠിച്ചാലും അത് നമുക്ക് ഭാവിയിൽ നല്ല ഒരു ഫ്യൂച്ചർ കാണും. നമ്മൾ എവിടെയും പോയിട്ട് തോറ്റത്തില്ല. സോ ഹിന്ദി ലാംഗ്വേജ് പഠിക്കാനാണ് മാക്സിമം പഠിപ്പിക്കാനാണ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നത്. ഇംഗ്ലീഷ് ഓൾസോ ഐ നോ ഗ്രാമർ വൈസ്. ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അവർക്ക് ഇടാം. സോ ഇന്ന് ലാസ്റ്റ് വീക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോപ്പിക്കായിരുന്നു വയ്യ. എനിക്ക് തോന്നുന്നത് അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം 1 ലൈക്ക് മാത്രം ഉണ്ടായിരുന്നു. ഇന്നലെ നോക്കുമ്പം ഒരു 2 ലൈക്ക് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ലൈക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാനാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. മീൻസ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറേ പേരുടെ വായിൽ ഞാൻ കേൾക്കാറുണ്ട്, എനിക്ക് വയ്യ. എന്തിനാ വയ്യ? നമ്മുടെ വീടിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും? ഒബ്വിയസ്ലി. അപ്പം ഇന്ന് എനിക്ക് ഡെയിലി റൂട്ടീൻ ബ്രഷ് ചെയ്യാനാണെങ്കിൽ വേറെ ആരും പല്ല് തേച്ച് തരത്തില്ലല്ലോ, നമ്മളല്ലേ ചെയ്യണം. അത് നമ്മളല്ലേ ചെയ്യണം. നമ്മൾ തന്നെ സ്കൂളിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം. വേറെ ആരൊന്നും അതിന് സഹായിക്കാൻ പറഞ്ഞില്ലല്ലോ. സോ അതുപോലെ നമ്മൾ ബാക്കി കാര്യങ്ങളും മുന്നോട്ട് പോകണം. ഡെയിലി റൂട്ടീൻ ഓർ മോറൽ വാല്യൂസ് സ്ട്രോങ് ആയിട്ട് പഠിക്കണം. സോ നമ്മളെവിടെയും ഒബ്വിയസ്ലി തോറ്റു പോകത്തില്ല. പിന്നെ ഇന്നത്തെ ടോപ്പിക്കാണ് ഡ്രിങ്ക്. ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ കുറേ കാണാറുണ്ട്, കുഞ്ഞി പിള്ളേർ മീൻസ് മോർ ദാൻ 18 years ആൻഡ് ബിലോ 18 ഓൾസോ പിള്ളേർ കുടിക്കാറുണ്ട് ആൽക്കഹോൾ. അത് നമുക്ക് വേണോ? കാരണം ഞാൻ എൻ്റെ നാട്ടിൽ സത്യം അത് ആ കടയും പോലെ ഞാൻ കണ്ടിട്ടില്ല. Here in Kerala, obviously, this is the reason. Means alcohol, കുറേ വെറൈറ്റി ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് ഐ തിങ്ക് കേരള വളരെ എക്സ്പോർട്ടിൽ ഇതിന് സൂപ്പറാണ്. നമ്പർ 1 ആണ് തോന്നുന്നത്. ആവണം. ഇത് കാരണം നല്ല ബിസിനസ് ഉണ്ട്, കേരളയ്ക്ക് സപ്പോർട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ കുടിച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് റൂട്ടീൻ എന്തിനാ നമ്മൾ ബാധിക്കണം? അത് പേരൻസ് പ്ലീസ് മക്കളോട് സംസാരിച്ചിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് അവരോട് മനസ്സിലാക്കി കൊടുക്കണം. പറയാൻ ഒരുപാടുണ്ട്. കുറച്ച് പറയാൻ ഹെസിറ്റേഷൻ ഉണ്ട്, കുറച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഒബ്വിയസ്ലി ഓപ്പണായിട്ട് പറയത്തുള്ളൂ. നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞാലേ നമ്മുടെ സ്റ്റുഡൻസിന് ലൈഫിൻ്റെ ബുദ്ധിമുട്ട് മാറും. ഞാനൊരു വൈറൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു സ്റ്റുഡൻറ്റ് പ്രിൻസിപ്പൽ റൂമിലേക്ക് കയറിയിട്ട് ആ പ്രിൻസിപ്പലിനെ
പേടിപ്പിക്കുന്നുണ്ട്. മീൻസ് നീ പുറത്തേ വാടാ, നിന്നെ ഞാൻ കാണാം. Because he was using mobile in classroom. So mobile is restricted in schools in our time. Like നമ്മുടെ സ്കൂൾ ടൈമിൽ കോളേജ് ടൈമിൽ അന്നൊക്കെ മൊബൈലേ ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് അത് അതിന് ശീലമില്ല. പക്ഷേ ഇന്ന് മൊബൈൽ ഈസ് വോഗ്, വളരെ ഇത് ഫാഷനാണ്. പക്ഷേ അത് സ്കൂൾ കോളേജിൽ ഒബ്വിയസ്ലി ഒരു സ്കൂൾ അത് മീൻസ് റിസ്ട്രിക്റ്റ് ആക്കും. അത് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ഒബ്വിയസ്ലി. സോ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ഒരു പ്രിൻസിപ്പലിനെ പേടിപ്പിക്കാനാണെങ്കിൽ അത് വളരെ മോശം കാര്യമാണ്. ശരിക്കും ആ കുട്ടി, ആ സ്റ്റുഡൻറ്റിനെ തെറ്റല്ല നമ്മൾ പറയുന്നത്. നമുക്ക് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അസ് ഓർ പേരൻസ് ഓർ ഫാമിലി. നമ്മൾ എങ്ങനെയാ ആ സ്റ്റുഡൻറ്റിനെ, ആ മോനെ നോക്കിയത്, പഠിപ്പിച്ചത്. നമ്മൾ അങ്ങനെ ഇല്ലായിരുന്നില്ലെങ്കിൽ, അവനിത്ര ഫ്രീഡം കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഫോൺ കൊടുക്കാൻ അല്ലെങ്കിൽ അണ്ണാക്ക് വെച്ചിട്ട് സംസാരിക്കാൻ ഒബ്വിയസ്ലി പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളിതൊക്കെ കൺട്രോൾ ചെയ്യണം. ഐ റിക്വസ്റ്റ് ടു പേരൻസ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുവാനാണെങ്കിൽ നല്ലപോലെ അവർ നിങ്ങളോട് തീർച്ചു നല്ലപോലെ കാണിക്കും. ഈ നാടിനെ പറ്റി നല്ലത് കാണും. ബിക്കോസ് ദ വേ ഐ സീ കേരള, ദ വേ ഐ ഫീൽ കേരള, Malayalis, Keralites, Malayalis, എഴുതാറുണ്ട് God's own country. But I feel it from my heart how it is. എനിക്ക് കേരള വളരെ വളരെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നപ്പം like it was my dream to come in Kerala. It was my dream to settle in Kerala. And ഇത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ വന്ന് സെറ്റലായ ശേഷം എപ്പോഴും ഞാൻ ഫീൽ ചെയ്യാറുണ്ട്, ഓ മൈ ഗോഡ്, ഞാനൊരു സ്വർഗത്തിലാണ്. റിയലി ഇത് റിയലി ഒരു സ്വർഗമാണ്, ഹെവനാണ്. പക്ഷേ ഈ ഹെവനെ നമ്മൾ മോശമാക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് നമ്മുടെ വീടിനെ, നമ്മുടെ സൈഡിനെ നമ്മളിത് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദ ചേഞ്ച് വിൽ കം ഇൻ our daily life, students' life or നാടിനെ പറ്റി എല്ലാം ചേഞ്ച് വരും. ആദ്യം നമ്മൾ ശ്രമിക്കണം. സോ എനിക്ക് പറയാനുള്ളത്, ഈ കുടി നിർബന്ധിക്കണ്ട, മീൻസ് വേണ്ട, ഒരിക്കലും വേണ്ട. Occasionally okay, but adults people, it happens with adults people in occasionally, but students never know. ഞാൻ എപ്പോഴും പേരൻസിനെ മാത്രം പറയത്തുള്ളൂ. ബിക്കോസ് മക്കൾ, പിള്ളേരൊന്നും അവർക്കൊന്നും അറിയത്തില്ല ലൈഫ് എന്താണ്. അത് നമ്മളാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. So it is your duty, dear parents, it is your duty how to explain or how to describe the life for the future, or ഭാവിയിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാക്സിമം നമ്മൾ ശ്രമിക്കണം. പിന്നെ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഒഴിവാക്കണം. നല്ല കുട്ടല്ലേ. സോ എനിക്ക് ഒബ്വിയസ്ലി ഐ എം എക്സ്പെക്ടിങ്, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയ്യ ഒഴിവാക്കണം. പിന്നെ വയ്യ ഒഴിവാക്കിയാലേ നിങ്ങളുടെ ലൈഫ് വളരെ വളരെ സ്മൂത്ത്ലി പോകും. ഓക്കെ, ഇന്നിത്രയേ ഉള്ളൂ പറയാൻ. നെക്സ്റ്റ് വീഡിയോയിലേ വരാം. പിന്നെ മാക്സിമം വീഡിയോ
മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം. അടുത്ത ക്ലാസ് പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, നമസ്കാരം, വരട്ടെ.